ക്രൈംബ്രാഞ്ച് കൊല്ലം പത്തനംതിട്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൊല്ലം പത്തനംതിട്ട യൂണിറ്റിന്റെ സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായാണ് കൊല്ലത്ത് പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യ സംരക്ഷണത്തിലൂടെ ലഹരി മുക്തിയിലേക്ക് എന്ന സന്ദേശമുയർത്തിയാണ് കൂട്ടയോട്ടം നടത്തിയത്. ക്രൈംബ്രാഞ്ച് കൊല്ലം പത്തനംതിട്ട യൂണിറ്റ് SP S സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം നഗരം ചുറ്റി ആശ്രാമത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ലഹരി ഉപയോഗത്തെക്കുറിച്ചും അത് നിർത്തലാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് DYSP ജോൺസൺ സംസാരിച്ചു. കൂട്ടുകെട്ടിലൂടെ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായുള്ള ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ ലഹരി വസ്തുക്കൾ ഒരിക്കലും ആദ്യമേ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ മാരകമായ ലഹരി, അത് സിന്തറ്റിക് ആകട്ടെ അല്ലെങ്കിൽ നാച്ചുറൽ ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിലൊട്ടും താല്പര്യമില്ലാത്ത ആളുകളെ പോലും, നമ്മുടെ ചെറിയ കുട്ടികളെ പോലും നമ്മളിപ്പോൾ കാണുന്നു, അതിൽ ആൺ പെൺ വ്യത്യാസമില്ല, എല്ലാ കുട്ടികളും ഇതിന് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റൊരാളെ അനുകരിക്കാൻ ഈ ചെറുപ്പകാലം പലപ്പോഴും ഒരു പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചെറുതാകരുതല്ലോ എന്ന് കരുതി ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ അല്ലെങ്കിൽ അത് അറിയാതെ ആ കുട്ടികളിൽ മിഠായി ആകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസ്, അതായത് ഏതെങ്കിലും തരത്തിൽ ഇതിന് ധാരാളം ആളുകളെ ഇരയാക്കപ്പെടുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമല്ല നശിക്കുന്നത്, ആ കുടുംബം, അതുമായി ബന്ധപ്പെട്ടവർ, ആ സമൂഹം, ഇതെല്ലാം തന്നെ ഇവരുടെ ഈ പ്രവൃത്തി കാരണം വളരെ ദുർഘടമായ അതിൻ്റെ ഇമ്പാക്റ്റ് ധാരാളം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം. ലഹരിക്ക് അടിമപ്പെട്ട ധാരാളം കഴിവുകൾ, നമ്മളെക്കാൾ വളരെ ഫാസ്റ്റായ ഈ യുഗത്തിൽ ധാരാളം കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ ജോലി കിട്ടാത്ത സാഹചര്യങ്ങളോ അവൻ്റെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയോ ഇതെല്ലാം കൊണ്ട് തന്നെ അവരൊക്കെ ഇതിന് അടിമപ്പെടുന്നു. ആ ഫ്രസ്ട്രേഷനൊക്കെ ചിലപ്പോൾ ആവാം. മറ്റു ചിലർ വെറും ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമാവാം. ഇതൊക്കെ കൊണ്ടാണ് ഇവരിതിനകത്ത് ചെന്ന് ചേരുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വന്ന് പെട്ടുപോയാൽ ഇതിൽ നിന്നും മാറാൻ കഴിയില്ല. പിന്നെ അവൻ്റെ അക്രമവാസന, അത് പിതാവാണെങ്കിലും മാതാവാണെങ്കിലും സ്വബോധം നഷ്ടപ്പെട്ട് നമുക്കെതിരെ പോലും അക്രമം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ശിക്ഷകൾ നമ്മളിപ്പോൾ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് അതിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇത്ര പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലൂപ്പ് ഹോൾസൊക്കെ ധാരാളമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ അത് ഇഫക്റ്റീവായി നടപ്പാക്കണമെങ്കിൽ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകം. അതിൻ്റെ ഭാഗമായി നമ്മൾ പറയുന്ന ആളുകൾ കേൾക്കാനുള്ള മനസ്സ്, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സില്ല, മോശം കാര്യങ്ങളാണ്. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം അനുകരണങ്ങൾ, കൊലപാതകം ചെയ്യുന്നത് എല്ലാം ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ടീനേജുകാരാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മൈനറാണ് കൂടുതൽ അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും. അപ്പോൾ അവർ അതിന് ശിക്ഷയില്ലെന്നും അധ്യാപകരുടെ ശിക്ഷയോ മാതാപിതാക്കളുടെ ശിക്ഷയോ ഒക്കെ കുറ്റകരമായി കാണുന്ന ബാലാവകാശ കമ്മീഷനിലേക്കും മറ്റും ഉന്നയിച്ച് ഒരു തർക്കമാക്കി കൊണ്ടുവരുമ്പോൾ ശിക്ഷണം നൽകേണ്ട അധ്യാപകരും മാതാപിതാക്കളും അടക്കം പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ. DYSPമാരായ KR പ്രദീക്, S അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് നടന്ന വാശിയേറിയ വടംവലിയിൽ പത്തനംതിട്ട യൂണിറ്റ് വിജയിച്ചു. മൂന്ന് ദിവസമായി നടന്ന സ്പോർട്സ് മീറ്റിൽ കൊല്ലം യൂണിറ്റ് ജേതാക്കളായി.